ഹായ്, നമുക്കെങ്ങനെ ഒരു നല്ല മികച്ച കോഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും? പലപ്പോഴും നമ്മൾ കോഴ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് എന്തൊക്കെ കണ്ടൻസ് ആണ് ഞാൻ കോഴ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാക്സിമം വാല്യൂസ് കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ നല്ല കോഴ്സ് ബിൽഡ് ചെയ്യുക? നമുക്കൊന്ന് സംസാരിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച്. നമുക്ക് നാട്ടിൽ ധാരാളം ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ് എന്ന് ഏവർക്കും അറിയാം. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉഡാമി പോലെയുള്ള ധാരാളം സൈറ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ലോകം മുഴുവനുമുള്ള കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5%. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട പ്രൈമറി ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി കണ്ടൻസ് ഓവറായിട്ട് കൊടുക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സ് നമ്മുടെ സ്റ്റുഡൻസിന് റിസൾട്ട് നൽകുന്നതായിരിക്കണം. ഓക്കെ, അതിനായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് ചെയ്ത് നമ്മളുടെ കോഴ്സിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് വരുന്നത് എന്തിനാണോ അതിലൂടെ കിട്ടുന്ന റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഓൺലൈനായിട്ട് ചെടികൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ബേക്കറി പ്രോഡക്ട്സുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. GST പോലെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റുമാരുണ്ട്, അവരുടെ കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെയും ഒരു ഔട്ട്പുട്ട് ഗോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ചെടികളുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ ചെടികൾ വിൽക്കുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ വിൽക്കണം എന്ന് പഠിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവരാദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് വീഡിയോസ് എടുക്കേണ്ടത്, എങ്ങനെയാണത് ആമസോണിൽ പബ്ലിഷ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്ക് ഫൈനലി ഈ ചെടികൾ വിൽക്കുന്നതിലൂടെ അവർക്കൊരു വരുമാനം കിട്ടുക. അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു എയിം. അപ്പോൾ നമ്മൾ കോഴ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കോൺടെസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ, അതായത് മൈൻഡ് സെറ്റിൽ നമ്മൾ ആദ്യമേ വർക്ക് ചെയ്യണം. നമ്മളൊരു കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ആ കോഴ്സ് ഹൗ ടു ലേൺ എന്നുള്ളതായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രൈമറി കോഴ്സ് കഴിഞ്ഞിട്ടാണ് മറ്റു കോഴ്സുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്രൈമറി കോഴ്സിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുക, നിങ്ങൾ ഈ ഒരു കോഴ്സിന് ഡെയിലി ഇത്ര സമയമെങ്കിലും മിനിമം നിങ്ങൾ മാറ്റിവെച്ചാലാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനായിട്ട് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോഴ്സ് തുടങ്ങാനായിട്ടും എൻഡ് ഗോളിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട്, റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും ആൾക്കാർ ഓൺലൈൻ കോഴ്സസ് വളരെ കുറച്ച് ശതമാനമാണ് പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡൽസിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെത്തേഡുകൾ കോഴ്സിനകത്ത് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ക്യാൻസൽ കമ്മ്യൂണിറ്റിയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ കോഴ്സ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വീക്ക്ലി മീറ്റിംഗ്സ് ചെയ്യാറുണ്ട്. ഹാക്കത്തോൺ എന്ന് പറയുന്നത്, അതായത് ഫ്രീഡോ ചലഞ്ച് എന്നൊക്കെ പറയുന്ന ലൈവ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്. 9 PM മീറ്റിംഗ്സ് ഉണ്ട്, ഓഫ്ലൈൻ ഇവൻറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി വയ്ക്കുന്നത് കൊണ്ടാണ് മാക്സിമം ആൾക്കാർ ആക്റ്റീവായിട്ട് നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത് ആവാതെ വളരെ ഷോർട്ടായിട്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ കോൺടെസ്റ്റ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കോഴ്സ് ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഡെയിലി ഇത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അവരുടെ മനസ്സിനെ പക്വതപ്പെടുത്തുവാനായിട്ടും കുറച്ചുകൂടെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വേണം കോഴ്സ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓൺലൈനിൽ കോഴ്സസ് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ എന്ത് കണ്ടൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതല്ല കോഴ്സിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഹൗ ടു ടീച്ച് എന്നുള്ളതാണ്. നമ്മൾ എന്ത് കണ്ടൻറ്റ് കൊടുക്കുന്നതിനുപരിയായിട്ട് എങ്ങനെ നമ്മൾ അവരെ ടീച്ച് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആസ് എ പേഴ്സൺ നമ്മൾ എങ്ങനെയാണെന്നുള്ളതിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതല്ലാതെ ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലോ കിട്ടാത്ത കണ്ടൻസ് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ ലോകത്ത് മുഴുവനും ധാരാളം ഏറ്റവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് വളരെ വലുത് തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളെന്നുള്ള ആസ് എ പേഴ്സൺ നമ്മൾ ആരാണ് എന്നുള്ളത് ആ കോഴ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ കെയർ ചെയ്യുന്നത്, കരുതുന്നത്, ഇതിനൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കണ്ടൻറ്റ് വേണം, പക്ഷേ ആ കണ്ടൻറ്റ് മാത്രമല്ല, അതിനുപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹൗ ടു ഡീൽ എന്നുള്ളതാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആ രീതികളെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തി നല്ലൊരു കോൺടെസ്റ്റ് സെറ്റ് ചെയ്ത് ആ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പറയുക. ഒത്തിരി ആൾക്കാർ കോഴ്സ് തുടങ്ങും, പക്ഷേ പല ആൾക്കാരും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാറില്ല. എന്നാൽ
നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പൂർണ്ണമായിട്ടും ആക്ഷൻസ് എടുക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ കമൻറ്റിൽ ഒരു 100% ഇന്ന് ടൈപ്പ് ചെയ്യുക. എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ കോഴ്സ് കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അവരുടെ മനസ്സിന് നല്ലൊരു ബലം കൊടുത്ത് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കുക, ഫൈനലി റിസൾട്ട് കിട്ടുക. ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് ബിൽഡ് ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് സിംപ്ലിസിറ്റിക്ക് വലിയൊരു പവറുണ്ട്. ഒത്തിരി ആയിരക്കണക്കിന് കണ്ടൻസ് കൊടുക്കുന്നതിനുപരിയായിട്ട് വളരെയധികം ചിന്തിച്ച് വളരെ ലളിതമാക്കി ചെറുതായിട്ട് പറയുക. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് അറിയാത്തൊരു കാര്യത്തെ നമ്മൾ കോഴ്സാക്കി കഴിഞ്ഞാൽ അത് വിജയിക്കില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മളാക്കി തീർത്ത കാര്യങ്ങളാണ് നമ്മൾ കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയാണോ ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ എത്താൻ സഹായിച്ച സാഹചര്യങ്ങൾ, ഇതൊക്കെയും ഓപ്പണായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിലൂടെ ലൈഫ് ടൈം നമ്മളുമായിട്ട് ഒത്തുചേരുന്ന ബന്ധങ്ങളെയാണ് കിട്ടുന്നത്. അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കും, കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് സമയത്തും ഫൈനലി മാക്സിമം നമ്മൾ വാല്യൂസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ഒരിക്കലും ഗൂഗിളിലും ഉഡാമിയിലൊക്കെ പോയി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കുറേ അധികം കണ്ടൻറ്റ് കൊടുത്താൽ ആരും വാങ്ങിക്കില്ല. ഒരു വലിയ പുസ്തകം പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നതിലല്ല, ഒരു ചെറിയ കുറച്ച് പേജസ് ഉള്ള ബുക്കാണെങ്കിലും ആൾക്കാരത് വായിക്കുന്നുണ്ട്, അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കോഴ്സ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എൻഡ് ഗോൾ, എന്ത് റിസൾട്ടാണ് ഈ കോഴ്സിലൂടെ എനിക്ക് വേണ്ടത്, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുക. മാക്സിമം ആൾക്കാരെ അത് കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുക. സിമ്പിളായിട്ട് തുടങ്ങുക, ഒത്തിരി വലുതായി പോവാതെ വളരെ ലളിതമായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതിന് ശേഷം പിന്നീട് ബോണസ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡീഷണലി ഹൈ വാല്യൂസ് കൊടുക്കാം. ഒരു പ്രധാനപ്പെട്ട കോഴ്സ് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ കാൽസോ കമ്മ്യൂണിറ്റിയിൽ ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. പ്രൈമറി ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അത് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വാട്സാപ്പ് ഓട്ടോമേഷൻ ചെയ്യുന്നത് സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ട്. മെറ്റ അഡ്വർടൈസിങ്സ് എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് കോഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബിഗിനറായിട്ട് എങ്ങനെയാണ് നമ്മുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഇഷ്ടം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ ബിസിനസ് ആക്കാമെന്നുള്ള നിഷ് ഡിസ്കവറി പ്രോസസ്സുണ്ട്. ഡിജിറ്റൽ അസറ്റ്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് നമ്മൾ ബിൽഡ് ചെയ്ത് ഡിജിറ്റൽ അസറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബോണസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ കോഴ്സ് വളരെ ലളിതവും സിമ്പിളായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയൊരു സബ്ജക്റ്റിനെ ചെറിയ സമയം കൊണ്ട് പറയുക എന്നുള്ളതാണ് പ്രയാസമേറിയ കാര്യം. പക്ഷേ ഒരു കുഞ്ഞു കാര്യത്തെ നമുക്ക് വലിച്ചു നീട്ടാനാണെങ്കിൽ ആർക്കും പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമ്മൾ വർക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒന്നും മടുത്തു പോവാതെ, ഡിലേ ഇല്ലാതെ വളരെ ആദ്യമേ ഒരു കോൺടെസ്റ്റ് സെറ്റ് ചെയ്ത് വാല്യൂ പെർ മിനിറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. വാല്യൂ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റ് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും ആ കേൾക്കുന്ന ആൾക്ക് വാല്യൂ കിട്ടുകയാണ് എന്ന് എൻഷുർ ചെയ്ത് പോകാൻ പറ്റുന്നതിനാണ് വാല്യൂ പെർ മിനിറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊന്ന് തുടങ്ങുക, അതിനുശേഷം ഫീഡ്ബാക്ക് എടുക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. സോ നിങ്ങൾ ഈ പറഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അതിനുശേഷം ഒന്ന് തുടങ്ങുക, നല്ല ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ കോഴ്സസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കംപ്ലീഷൻ റേറ്റ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക. തുടങ്ങുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വന്നത് അതിൻ്റെ റിസൾട്ട്സ് കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നന്നായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആക്ഷൻസ് എടുക്കുന്നവർക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് വരും. സോ നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ എല്ലാം നമുക്ക് ശരിയാവും. സോ നല്ല ഇൻറ്റൻഷനോടുകൂടി നമുക്ക് തുടങ്ങാനായിട്ട് കഴിയട്ടെ. മാക്സിമം ആൾക്കാരെ നമ്മൾ സഹായിക്കുക. ശരിക്കും നമ്മുടെ കോഴ്സിൽ നമ്മൾ എത്ര വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം അവരെ, ആ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പഠിക്കാൻ വരുന്നവരെ കെയർ ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. സോ ആ രീതിയിൽ മാക്സിമം വാല്യൂസ് കൊടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയട്ടെ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് അറിയിക്കുക. നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസ.